ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നാരൊക്കെ നിൽക്കുന്നു ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് എന്നും അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, നേരിട്ടറിയാനുമായി. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ സംസാരം ഇതിനോടൊക്കെ പണ്ടേ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ചില ആർട്ടിക്കിളൊക്കെ അദ്ദേഹം എഴുതുന്നതൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പറയാൻ പറ്റില്ല, തിരിഞ്ഞു നോക്കാത്തവരെ കാട്ടിൽ തിരിഞ്ഞു നോക്കുമെന്ന് വാക്ക് തന്ന ഒരാളിനെ നമ്മളൊന്ന് പരീക്ഷിക്കണമല്ലോ, അതൊരു പരീക്ഷണമാണല്ലോ. ഇത്തവണ മറ്റന്നാൾ നമ്മൾ വോട്ടിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമാണ്, എപ്പോഴാണ് നമുക്ക് ഒരു മാറ്റം അനിവാര്യമായി വേണ്ടത്, അതെങ്ങനെ ആകാം. ആരോ പറഞ്ഞതുപോലെ ഒരിക്കൽ പരീക്ഷയിൽ തോറ്റാലും ഒരു ചാൻസ് കിട്ടും, അതുപോലെ തന്നെ ഒരിക്കൽ ജയിച്ചാൽ വീണ്ടും പങ്കെടുക്കാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് രാഷ്ട്രീയം. നന്നായി പോയാൽ ആൾക്കാർ അത് നന്നായിട്ട് തന്നെ മനസ്സിലേറ്റു, മോശമായി പോയാൽ അതിൻ്റെ കാലം മാറിപ്പോയി, പഴയ കാലമല്ല, ഞങ്ങളുടെ കാലമല്ല. കൊച്ചു പിള്ളേരെ പറഞ്ഞു തുടങ്ങി, എന്തുകൊണ്ട് പറഞ്ഞിട്ട് ചെയ്തില്ല, നോക്കിയില്ല, കണ്ടില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ നമ്മളെന്നും കാണാറുണ്ട് ടി വിയിലും പത്രത്തിലുമൊക്കെ. അതായത് ഇനിയിപ്പോൾ 5 കൊല്ലത്തേക്ക് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേരുദോഷം ഇല്ലാതെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏറ്റാൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു നല്ല ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അല്പസ്വല്പം ബുദ്ധിമുട്ടുള്ള എല്ലാവരുടെയും കടമ. അവിടെ നമ്മൾ മറ്റൊന്നും കണ്ട് പ്രലോഭിതരാകരുത്. ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ ഇപ്പോൾ എൻ്റെ നാട്ടിൽ നടക്കുന്നത് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഒരു കുറ്റവും ചെയ്യാത്തവരെ കുറ്റം പറയുക, ശരിക്ക് ഉള്ളിലിരുന്ന് കട്ടൻ്റെ പിന്നിലിരുന്ന് ചെയ്യുന്നവരൊക്കെ വലിയ മഹാന്മാരായിട്ട് ചിത്രീകരിക്കുക, ഇതൊക്കെ അങ്ങോട്ട് മാറ്റി. അത്ര ബുദ്ധിമുട്ടവരൊന്നും അല്ല കേരളത്തിലെ ജനത, ഞങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ അറിയാം സാർ എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം കൂടിയാണ് 26-ാം തീയതി സംജാതമാകുന്നത്. ഒരു മാറ്റം പരീക്ഷിച്ച് നോക്കുക, അതിൻ്റെ ഫലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പരാതി നമുക്ക് പറയാനും അത് കേൾക്കാനും മനസ്സുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. അതിനൊക്കെയുള്ള ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ട്. ചിലപ്പോൾ ചിലർ പാർട്ടിക്ക് വിഷമകരാവും, ചിലർ വ്യക്തികളെ നോക്കി ചെയ്യും. പക്ഷേ എന്ത് തന്നെയായാലും ശരി, ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഒരു നിസ്സാരമായിട്ട് കാണേണ്ട ഒരു തിരഞ്ഞെടുപ്പല്ല. കുറച്ച് കാലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പോലും സ്വപ്നത്തിൽ കാണാത്ത പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അതൊക്കെ നിൽക്കട്ടെ, നമ്മുടെ ബുദ്ധിയിൽ എന്താണോ നല്ലതെന്ന് തോന്നുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇതുവരെ നമ്മളിതൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നുണ്ട്, എന്തുണ്ടായി, എന്ത് നേടി എന്ന് ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കാം. അതിനനുസരിച്ച് എല്ലാ നല്ല ശുഭാപ്തി വിശ്വാസത്തോടും കൂടി തിരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് പറക്കാതെ എല്ലാവരും പോവുക, വോട്ട് ചെയ്യുക. ജീവിതം നന്നായിട്ട് സുഖമായിട്ടും മനസമാധാനമായിട്ടും മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരമ്മയായോ അമ്മൂമ്മയായോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നു. തെറ്റുപറ്റാതിരിക്കുക.